ഹായ് ഫ്രണ്ട്സ്, സൗദി അറേബ്യയിൽ ഈയിടെയുണ്ടായ ഏറ്റവും പുതിയ ലേബർ നിയമമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പേരുദോഷമായിരുന്നു കൃത്യമായ സാലറി കഫിലന്മാർ, അതായത് സ്പോൺസർമാർ, അതായത് കമ്പനികൾ കൊടുക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു പേരുദോഷമാണ് 2025 സെപ്റ്റംബർ 15 മാറുന്നത്. കാരണം WPS എന്ന വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം, ഈ WPS സിസ്റ്റത്തിലൂടെ കൂടുതൽ കർക്കശമാക്കുകയാണ്. പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലുള്ള കമ്പനികളിലെ തൊഴിലാളികളുടെ ശമ്പള സുരക്ഷ, ഇതാണ് WPSലൂടെ ഗവൺമെൻറ് പിടിമുറുക്കുന്നത്. 2013 വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം നിലവിൽ വന്നെങ്കിലും ഡിജിറ്റലൈസേഷൻ 2013 ജൂൺ 1 മുതലാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നതെങ്കിലും ഈ നിയമത്തിന് ചില പോരായ്മകൾ എന്നല്ല പറയേണ്ടത്, ചില കടമ്പകൾ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാര്യം 2013 3000 എംപ്ലോയീസിന് മേലുള്ള കമ്പനികൾക്കാണ് ഈ നിയമം ആദ്യമായിട്ട് ബാധകമാക്കിയത്. 1/9/2013 മുതൽ ഈ 3000 കമ്പനികളുടെ നിയമം പ്രാബല്യത്തിലേക്ക് കൊണ്ടുവന്നു. അതിന് 3000-ന് താഴെ തൊഴിലാളികളുടെ കാര്യങ്ങളിൽ പിന്നീട് വർഷങ്ങളായിട്ട് 2014, 2015, 2016, 2017 കാലഘട്ടത്തിൽ 2000 എന്നുള്ളത് 1000 തൊഴിലാളികൾ, അങ്ങനെ 14 തൊഴിലാളികൾ വരെയുള്ള കമ്പനികൾ, സ്വകാര്യ കമ്പനികളും WPS സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിയമം വരികയുണ്ടായി. ഈ നിയമത്തിലൂടെ മാത്രമേ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പാടുള്ളായിരുന്നു. അതായത് അവർക്ക് ATM കാർഡ് പ്രൊവൈഡ് ചെയ്യണം. ഏത് കമ്പനിയാണെങ്കിലും, പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും അവർ WPS സിസ്റ്റത്തിലൂടെ അല്ലാതെ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല. ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ അവർക്ക് തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളം വിഡ്രോ ചെയ്യാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ നിയമം ഈ 2025 WPS സിസ്റ്റത്തിന് ഇത്ര പ്രാധാന്യം വരാൻ കാരണം, ഇതുവരെ ഇലക്ട്രോണിക്കലി അത് അത്ര കർക്കശമായിരുന്നില്ല. ശമ്പളം കൃത്യമായിട്ട് WPS വഴി, അതായത് ബാങ്ക് വഴി കൊടുക്കാത്ത കമ്പനികൾ, അവർക്ക് ഇപ്പോൾ പിടിമുറുക്കിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങളിൽ കർക്കശമായിട്ട് ഈ 2025 സെപ്റ്റംബർ 15 മുതൽ പ്രാബല്യത്തിലാവുകയാണ്. കാരണം അതുവരെ അവരുടെ പേരിലൊരു കർക്കശമായൊരു നിയമം ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഈ കമ്പനികൾക്കെല്ലാം പിടിവീഴാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെല്ലാം മുദാത്ത് പ്ലാറ്റ്ഫോമിലൂടെ രജിസ്റ്റർ ചെയ്യുന്നുള്ള നിയമം വളരെ അത്യാവശ്യമാക്കി. ഇത് ചെയ്യാത്ത കമ്പനികളെല്ലാം ചെറിയ സ്വകാര്യ കമ്പനികൾ പോലും, ഈവൻ 14 എംപ്ലോയീസിന് താഴെയുള്ള കമ്പനികൾ പോലും ഇനി WPSൽ അംഗമായിരിക്കണം എന്നുള്ളതാണ്. അവർ മുദാത്ത് പ്ലാറ്റ്ഫോം വഴി അവരുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയും മാത്രമല്ല എല്ലാ മാസവും കൃത്യമായി കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാലറി കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അതിൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് ഏത് തുകയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അവരുടെ കോൺട്രാക്റ്റ് അത് വീക്ഷിക്കപ്പെടും. മുദാത്ത് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇതൊക്കെ നിരീക്ഷിക്കപ്പെടുന്നത്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ആണ് ഇതിൻ്റെ നിരീക്ഷകർ, മോണിറ്റർ ചെയ്യണത്. ഓരോ കമ്പനിയും ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, കൃത്യമായ ഡേറ്റിൽ ശമ്പളം കൊടുക്കുന്നു. അതിനായിട്ട് ഈ ശമ്പള ദിവസത്തിന് ഡ്യൂ ഡേറ്റിന് 20 ദിവസം മുമ്പ് ഓരോ കമ്പനിയുടെയും ഫയലുകൾ അപ്ലോഡ് ചെയ്തിരിക്കണം. മുദാത്ത് പ്ലാറ്റ്ഫോം വഴി അപ്ലോഡ് ചെയ്തിരിക്കണം. അതിലൂടെയാണ് മിനിസ്ട്രി വീക്ഷിക്കുന്നത്. മുദാത്ത് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇത് വീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ശമ്പളം കൊടുക്കാത്ത കമ്പനികളെല്ലാം അവർക്ക് അവരുടെ ആ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞാൽ 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലേബർ ഓഫീസർമാർ വിസിറ്റ് ചെയ്ത് ആ കമ്പനിയെ ചിലപ്പോൾ സീൽ ചെയ്യുകയോ
അവർക്കൊരു 10 ദിവസത്തെ സമയം കൂടി അനുവദിക്കും, എന്തുകൊണ്ട് ശമ്പളം കൊടുത്തില്ല എന്നുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തിനുള്ളിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കും. മാത്രമല്ല അവരുടെ നിതാക്കാത്ത് സ്റ്റാറ്റസ് താഴേക്ക് പോകും. ഇതാണ് ഇപ്പോഴത്തെ പുതിയ നിയമം. മാത്രമല്ല നമ്മളുടെ എംപ്ലോയീസിനെ സംബന്ധിച്ച് ഡിജിറ്റലൈസായിട്ട് കൃത്യമായിട്ട് പണം ലഭിക്കും, ശമ്പളം ലഭിക്കുമെന്നും മാത്രമല്ല, ഈ സ്വകാര്യ കമ്പനികൾ ഈ 2025 ഈ നിയമത്തെ പേടിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മാസം മുതൽ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിൽ വേറൊരു കമ്പനിയിലേക്ക് മാറാവുന്നതാണ്. അതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇതുപോലെ തന്നെ മറ്റ് നിയമങ്ങളെല്ലാം വന്നല്ലോ. ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരുപാട് പ്രൊപ്പോസൽസ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഇക്കാമ പുതുക്കിയില്ലെങ്കിൽ മാറാം എന്ന പോലെ തന്നെ, ഇക്കാമ കൊടുത്തില്ലെങ്കിൽ മാറാം എന്ന പോലെ തന്നെ, ശമ്പളം കൊടുത്തില്ലെങ്കിൽ മാറാമെന്ന് മാത്രമല്ല, WPS വഴി ശമ്പളം അത് റെക്കോർഡായി മാറുകയാണ്. അപ്പോൾ എനിക്ക് ഇവ വഴി ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇത്. കാര്യം വിത്തൗട്ട് കൺസെൻറ്റ് ഓഫ് ദി എംപ്ലോയറിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വേറെ കമ്പനിയിലേക്ക് മാറാമെന്നുള്ളതാണ് ഈ 2025 സെപ്റ്റംബർ 15 മുതൽ നടപ്പാക്കാൻ പോകുന്ന WPS സിസ്റ്റം. അതുകൊണ്ടാണ് ഈ നിയമത്തിന് ഈ 2025 WPS സിസ്റ്റം കർക്കശമാക്കിയെന്ന് പറയുന്നത്. അത് പ്രവാസികളെ സംബന്ധിച്ച് ശരിക്കും ഒരനുഗ്രഹമാണ്. കാര്യം അവർക്ക് ഒരു ഇത് കൂടി കിട്ടുകയാണ്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ 2 മാസം ശമ്പളം മുടങ്ങിക്കഴിഞ്ഞാൽ 3-ാമത്തെ മാസം അവന് വേറെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ അപേക്ഷിക്കാവുന്നതാണ്. കിവ വഴി അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോസസ്സിങ് നടക്കും. കാര്യം WPS കിവയിൽ ലിങ്ക് ചെയ്തിരിക്കുന്നതാണ്. അവൻ്റെ ആ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം ലിങ്ക്ഡാണ്. ശമ്പളം കൊടുക്കാത്ത കമ്പനികൾ മോണിറ്റർ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ 2 മാസം കഴിഞ്ഞാൽ ഇപ്പോൾ തൊഴിലാളി വിചാരിക്കുകയാണ് ഞാൻ വേറെ കമ്പനിയിലേക്ക് മാറി, ശമ്പളം കൃത്യമായിട്ട് തരുന്നില്ല എന്നുള്ളത് അവർക്ക് പരാതി പോലും ബോധിപ്പിക്കേണ്ട. വേറെ കമ്പനിയിലേക്ക് കിവ വഴി ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കിവ പരിശോധിച്ച് ശമ്പളം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം അവൻ്റെ ട്രാൻസ്ഫർ അപ്രൂവലാക്കും. വിത്തൗട്ട് കൺസെൻ്റ് ഇല്ലാതെ, എംപ്ലോയറിൻ്റെ കൺസെൻ്റ് വേണ്ട എന്നുള്ളതാണ് ഈ നിയമത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം പ്രവാസികൾക്ക് വീണ് കിട്ടിയിരിക്കുന്ന ഒരു സുവർണാവസരം കൂടിയാണ് വേറെ കമ്പനിയിലേക്ക് മാറുക. മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾക്ക് 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ 3-ാമത്തെ മാസം നിങ്ങൾക്ക് വേറെ കമ്പനിയിലേക്ക് മാറാമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ നാട്ടിലേക്ക് എക്സിറ്റ് അടിക്കണമെന്നുള്ള ആഗ്രഹമെന്നെങ്കിൽ എക്സിറ്റ് അടിച്ച് പോകാം. ഇത്ര വളരെ കാര്യം ഗവൺമെൻറ് ഇതെല്ലാം കൊണ്ടുവരുന്നത് അവിടുത്തെ ലേബർ മാർക്കറ്റ് പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. കാര്യം ഒരുപാട് പേരുദോഷങ്ങൾ സൗദിയിലേക്ക് അവിടുത്തെ ലേബേഴ്സ് പോകാൻ മടിക്കുന്നുണ്ട്, പ്രവാസികൾ പോകാൻ മടിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ്. ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പരാതികൾ, ശമ്പളം കൃത്യം തരുന്നില്ല സാറേ, ഇങ്ങനെ ഒരുപാട് കമൻറ്റുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇപ്പോൾ അതിനൊരു പരിഹാരമായി ശമ്പളം കിട്ടാത്തവർക്ക് സുഖമായിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഇക്കാമ സമയത്ത് അടിച്ചു തന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, എക്സിറ്റിൽ പോകാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പുതിയ നിയമങ്ങളാണ് സൗദിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ നിയമങ്ങൾ എന്തുകൊണ്ടും പ്രവാസികളെ സംബന്ധിച്ച് അനുഗ്രഹമാണ്. മാത്രമല്ല അവർക്ക് എൻഡ് ഓഫ് ബെനിഫിറ്റ് സർവീസ് അവരുടെ അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യുകയാണ്, ഡിജിറ്റൽ രേഖയായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശമ്പളം കൊടുത്തതും ഇനിയിപ്പോൾ 50% കൂടുതൽ ശമ്പളത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് 50% കൂടുതൽ ഡിഡക്ഷൻ. കൃത്യമായിട്ടുള്ള സാലറി കൊടുക്കില്ല. 1000 റിയാൽ പറഞ്ഞാൽ 1500 റിയാൽ കൊടുക്കുള്ളൂ. ഇനി അതൊന്നും പറ്റില്ല. കോൺട്രാക്റ്റ് അവിടെ ഒരു രേഖയാണ്. കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കണമെന്നുള്ളതും കൂടിയാണ് ഈ നിയമത്തിൻ്റെ ഒരു ഉദ്ദേശം. മനസ്സിലായോ? അപ്പോൾ പ്രവാസികൾക്ക് എന്തുകൊണ്ടും അനുഗ്രഹമായ ഈ നിയമം ശരിക്കും ഇനി സൗദി അറേബ്യയിൽ ഇങ്ങനൊരു ഇത് വരില്ല, ശമ്പളം കിട്ടില്ല എന്നുള്ളൊരു പേരുദോഷം വരില്ല. ഈ
ഒരു തൊഴിലാളി ഉള്ളതാണെങ്കിൽ പോലും കിവയിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. മുദാത്ത് പ്ലാറ്റ്ഫോമിൽ വഴി മാത്രമേ ശമ്പളം ATM കാർഡ് വഴി അവർക്ക് കൊടുത്തിരിക്കണം. ഇത് 2 മാസത്തെ ഇത് കഴിഞ്ഞാൽ 2 മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേറെ കമ്പനിയിലേക്ക് മാറാം, അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് പോരാം. അപ്പോൾ ഇത് എല്ലാം അല്ലാത്ത കമ്പനികളൊക്കെ അവർ സീൽ ചെയ്യും. കാര്യം ഇതിൽ 10 ദിവസത്തിൽ കൂടുതൽ ഡിലേ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻക്വയറി വരും, സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. ലേബർ ഓഫീസർമാർക്ക് കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻ എന്തുകൊണ്ടാണ് കമ്പനി ശമ്പളം കൊടുക്കുന്നില്ല, എത്ര എംപ്ലോയീസിന് ശമ്പളം കൊടുത്തിട്ടില്ല എന്നുള്ള കാരണത്താൽ അവരൊക്കെ കമ്പനി മാർക്ക് ചെയ്യപ്പെടും, ബ്ലാക്ക് മാർക്കിൽ വരും. ആ കമ്പനി അവർ ലേബർ ഓഫീസർമാർ ഇൻസ്പെക്ഷൻ നടത്തണം. അതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. ഇത്ര നാളും അതൊന്നും ഉണ്ടായില്ല. 20 ദിവസത്തിനുള്ളിൽ അവർക്ക് ബന്ധപ്പെട്ട രേഖകളെല്ലാം അപ്ലോഡ് ചെയ്യണം. എല്ലാ മാസവും അപ്ലോഡ് ചെയ്യണം. എംപ്ലോയീസിൻ്റെ സാലറി സംബന്ധമായ എല്ലാ ഫയലുകളും ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കണം. എന്നിട്ട് ആ പൈസ ബാങ്കിൽ അടച്ചിരിക്കണം. എത്ര സാലറി ഉണ്ട്, ആ ഓരോരുത്തരുടെ സാലറി കൃത്യമായിട്ട് കണക്കുകൾ വെച്ചുകൊണ്ട് അവരുടെ ഡിഡക്ഷൻ ഇത്ര എന്നൊക്കെ വെച്ചുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് രേഖകളോടുകൂടി കൊടുത്തിരിക്കണം. ആ ഫയൽ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ 20ാമത്തെ ദിവസം അവർക്ക് ഇത് വരും, ഇൻസ്പെക്ഷൻ കോൾ വരും. അതായത് മിനിസ്ട്രി അവിടെ MHRSD മോണിറ്റർ ചെയ്യണം. WPS മുദാത്ത് പ്ലാറ്റ്ഫോം വഴിയാണ് ഇത് മിനിസ്ട്രി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു അനുഗ്രഹമാണ്. ശമ്പളം കിട്ടില്ല എന്നുള്ള ഒരു തലവേദന ഇനി സൗദിയിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാര്യം ഇനി ഇത്ര നാളും ഒരു കർക്കശ നിയമം ഉണ്ടായിരുന്നില്ല. കാര്യം ശമ്പളം കൊടുത്തില്ലെങ്കിൽ ലേബേഴ്സിന് വേറെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നതുകൊണ്ട് ഇനി എംപ്ലോയേഴ്സിന് പേടിയായിരിക്കും, അവിടുത്തെ കഫീലന്മാർക്ക് പേടിയായിരിക്കും. കാര്യം അവൻ അടുത്ത മാസം മാറിപ്പോവും ശമ്പളം കൊടുത്തില്ലെങ്കിൽ. അതാണ് ഈ നിയമത്തിൻ്റെ പ്രത്യേകത. കാര്യം അവനെ സംബന്ധിച്ച് വേറെ കമ്പനി ചോയ്സാണ്, വേറെ ചോയ്സ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ്. ഓക്കെ. മാത്രമല്ല ഇപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവുന്നത് ഒരുപാട് പേര് എന്നോട് കമൻറ്റ് ചോദിക്കുന്നുണ്ട്, ഒരുപാട് സംശയങ്ങൾ. എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ ചെയ്യാൻ തന്നെ സമയമില്ല. അത്രക്കധികം സംശയങ്ങളും ചോദ്യങ്ങളും എൻ്റെ വാട്സപ്പിൽ നിറഞ്ഞടക്കുകയാണ്. പലരോടും എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങളുടെ ഇതിന് ഞാൻ ഉത്തരം എൻ്റെ കഴിവനുസരിച്ച് ഞാൻ തരുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേർക്ക് മിക്കവർക്കും ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ എൻ്റെ കഴിവിൻ്റെ പരമാവധി. പക്ഷേ പലരും ചോദ്യങ്ങൾ പൂർണ്ണമല്ല. പലരുടെയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സംശയങ്ങൾ, നിങ്ങളുടെ എന്ത് തരം ചോദ്യം, ലേബർ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട നിങ്ങളുടെ തൊഴിൽപരമായ നിയമങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. സൗദിയിലെ നിയമങ്ങളാണ് കൂടുതലും ഷെയർ ചെയ്യുന്നത്. ഇന്ത്യൻ നിയമങ്ങളുണ്ട്, ഇന്ത്യൻ നിയമങ്ങളെ പറ്റി സംശയം ചോദിക്കാം. പക്ഷെ സംശയം ചോദിക്കുമ്പോൾ ഒരു കറക്റ്റ് ആ വോയിസ് മെസ്സേജായിട്ടാണ് ചോദിക്കാൻ ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വോയിസ് മെസ്സേജായിട്ട് എൻ്റെ വാട്സപ്പിലേക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ചോദ്യത്തിന് നിങ്ങളുടെ ഗ്രീവൻസ് എന്താണ്, നിങ്ങൾക്ക് എൻ്റെ ബെനിഫിറ്റ് സാലറി കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതാണെങ്കിൽ തന്നെ എന്ത് ചോദ്യമാണെങ്കിലും, സാലറി കറക്റ്റ് കിട്ടുന്നില്ലാണെങ്കിലും പിന്നെ ഹുറൂബ് നിയമത്തെപ്പറ്റി എന്ത് വേണമെങ്കിലും ചോദിക്കും. പക്ഷേ ചോദിക്കുമ്പോൾ എല്ലാത്തിനും കറക്റ്റായിട്ട് നിങ്ങൾ ചോദിക്കണം. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വേണം ചോദിക്കാനായിട്ട്. അവിടെ ഇവിടെ ചിലർ ചോദിക്കും, സാറേ എനിക്ക് ലേബർ കോർട്ടിൽ എനിക്ക് കേസ് ഫയൽ ചെയ്ത് അവിടെ നിന്ന് അപ്പീൽ കൊടുക്കാൻ പറഞ്ഞു. എന്ത് അപ്പീൽ ഓർഡർ വന്നു എനിക്ക്. എന്ത് ഓർഡർ അതൊക്കെ പറയണ്ടേ? ഇതൊന്നും പറയാതെ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമേ ഞാൻ മറുപടി തരുള്ളൂ. ചോദ്യത്തിന് ശരിക്കും അതിലൊരു ചോദ്യം ചോദിക്കുന്നതിനൊരു രീതിയുണ്ട്. ചോദ്യത്തിൻ്റെ അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം. നിങ്ങളുടെ സംശയങ്ങൾ എല്ലാം ഉൾപ്പെടുത്തണം. എന്തൊക്കെയാണ് നടന്നു, കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ, ഉത്തരവ് കിട്ടിയോ, ഉത്തരവിൻ്റെ കോപ്പി എന്താണ്, അതുപോലെ തന്നെ നിങ്ങൾ ജവാസാത്തിൽ പോയിട്ട് അവിടുത്തെ മറുപടി എന്താണ്, ഇതൊക്കെ എല്ലാം പറയണം. കാര്യങ്ങൾ എന്തൊക്കെ അവിടെ ഇവിടെ തൊടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ മറുപടി തരും നിങ്ങൾക്ക്? ഞാൻ ഇതായിട്ട് ചോദിക്കുന്നതല്ല. എനിക്ക് മറുപടി തരണമെങ്കിൽ കൃത്യമായ ചോദ്യം പറയണം. കൃത്യമായി നിങ്ങളുടെ ഈ സംശയങ്ങളെല്ലാം പറയണം. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം. എങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് മറുപടി തരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുകയാണ് ഞാൻ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാര്യം അവരും കൂടി ഈ നിയമങ്ങളെ പറ്റി പഠിക്കട്ടെ, അറിയട്ടെ.
അപ്പോൾ നിങ്ങളുടെ ഈ ബന്ധത്തിലുള്ള ഷെയർ എല്ലാത്തിലും വാട്സപ്പിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാ സൗദിയിലുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ നിയമങ്ങളാണ് ഞാൻ എൻ്റെ ഇതിലൂടെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് മനസ്സിൽ വെക്കുക, എല്ലാവരും ലൈക്ക് അടിക്കുക, അതാണ് എൻ്റെ പ്രോത്സാഹനം. പിന്നെ അപ്പോൾ കിട്ടുന്ന ഡാറ്റാസ് നിങ്ങൾക്കും എന്തെങ്കിലും പുതിയ നിയമങ്ങളൊക്കെ പറ്റി അറിവ് കിട്ടിയാൽ എന്നെ അറിയിക്കുക, നിങ്ങൾക്കും അറിയിക്കാം ഇന്ന പുതിയ നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ തിരക്കിലായിരിക്കും. വേറെ എനിക്ക് ഇന്ത്യയിൽ ഞാൻ ഇവിടുത്തെ ലോയറാണ്, എറണാകുളം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് കുറച്ച് പ്രിഫറൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക. ചെറിയൊരു തുക മാസം 89 രൂപ കൊണ്ട് മാസം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സബ്സ്ക്രിപ്ഷൻ കിട്ടും. അവരുടെ ചോദ്യങ്ങൾക്ക് ഞാൻ കൃത്യമായ മറുപടി അപ്പം തന്നെ കൊടുക്കണം. കാര്യം അതെനിക്ക് യൂട്യൂബിൻ്റെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളത്. കാര്യം എൻ്റെ വരിക്കാരാണുള്ളവർ, എന്നെ സ്നേഹിക്കുന്നവരാണ് അവർ. അവർക്കെല്ലാം ഞാൻ നന്ദി പറയണേന്ന്. കാര്യം ഒരുപാട് പേര് എൻ്റെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയും മെമ്പർഷിപ്പ് എടുക്കുക, വീഡിയോ ഷെയർ ചെയ്യുക, ഇവ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതുപോലുള്ള പുതിയ നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. വെയിറ്റ് ചെയ്യുക. കാര്യം കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. വേറെ ഒന്നുമല്ല, ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് പേര് എന്നോട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരുപാട് നൂറുകണക്കിന് മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ ഒരു മാസം വരുന്നുണ്ട്. സൗദി അറേബ്യയിൽ നിന്നാണ് കൂടുതലും. സൗദി അറേബ്യയിൽ ഒരു ലീഗൽ കൺസൾട്ടൻറ്റ് ഫേം തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കാര്യം ഇതിങ്ങനെയുള്ള മറുപടികളൊക്കെ ഞാനിപ്പോൾ ഇവിടെ നാട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. ഞാൻ പറഞ്ഞു ഇവിടെ നോക്കാം. അവിടെ ഇപ്പോൾ സൗദിയിൽ പുതിയ നിയമം വന്നിട്ടുണ്ട്. പ്രവാസികളായ ഫോറിൻ ലോയേഴ്സിന് അവിടെ ഓഫീസ് തുടങ്ങാമെന്നുള്ള ഒരു പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ഓഫീസ് തുടങ്ങിയാലാന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സൗദിയിലുണ്ടായിരുന്നതാണ്. ഒരുപാട് സൗദി നിയമങ്ങളും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്, ഇന്ത്യൻ നിയമങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഇപ്പോൾ സൗദിയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്. സൗദി കോടതികളിൽ ഫോറിൻ ലോയേഴ്സിന് പ്രാക്ടീസ് തുടങ്ങാമെന്ന്. 2024 ആ പുതിയ നിയമം വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഒരു പരിചയം മാത്രമേ ഉള്ളൂ. വർഷങ്ങളായിട്ട് 4-5 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നതാണ്. നിയമപരമായിട്ടുള്ള ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ എനിക്ക് അവിടെ ഒരു ഓഫീസ് തുടങ്ങാൻ ഞാൻ ആലോചനയിലുണ്ട്. കാര്യം അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാര്യങ്ങൾ ചെയ്തു തരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, കാര്യം ഒരു വിസ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആരെങ്കിലും അത് രീതിയിൽ എന്നെ സഹായിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു ഓഫീസൊക്കെ അവിടെ തുടങ്ങാൻ സെറ്റപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട്. അവിടെ പ്രാക്ടീസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. മലയാളികളെല്ലാവരെയും ഇന്ത്യക്കാരെല്ലാവരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാര്യം അതിന് മാത്രം ചോദ്യങ്ങളും മെസ്സേജുകൾ എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ കുറേ കൂടി പഠിച്ചിട്ട് സൗദിയിലെ തൊഴിലാളികളെ എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുത്തെ നമ്മുടെ പാവപ്പെട്ട മലയാളികളെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടെ നിന്നുകൊണ്ടേ അത് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സൗദി നിയമം മാറിയതുകൊണ്ട് അവിടെ ഒരു ഓഫീസ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കണം. എനിക്കിവിടെ ഓഫീസ് ഉണ്ട് എറണാകുളത്ത്. അപ്പോൾ അവിടെയും കൂടി ഒരു ഓഫീസ് ഇട്ടാലോ എന്ന് എനിക്ക് ആലോചനയുണ്ട്. അപ്പോൾ അതിന് സഹായിക്കാൻ പറ്റുന്നവരെങ്കിലും, അപ്പോൾ അതിന് ചിലപ്പോൾ അവിടെ ഫ്രീ വിസയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ അതിൻ്റെ രീതിയിൽ നീങ്ങാമെന്നുള്ളത്. എനിക്കറിയാം എല്ലാവരും ഒന്ന് സഹായിക്കണം, പ്രത്യേകിച്ച് മലയാളികളൊക്കെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിൻ്റെ മുകളിൽ പറയുകയാണ്. ഓക്കെ, ഇതും കൂടി മനസ്സിൽ വെച്ചേക്കാം.